പ്രൈസ് ദി ലോർഡ്. Praise God. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയുടെ സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാം നിങ്ങൾക്കും അനേകർ ജീവിതത്തിലും അനുഗ്രഹമായെന്നറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവർക്ക് പ്രാർത്ഥനയെക്കുറിച്ച് പല കൺഫ്യൂഷൻസും ഉണ്ട്, ഇല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തു. എന്നാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തി അടുത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. അതിൽ നിന്ന് സംശയം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നല്ലോ. ചോദ്യം ഇതാ, നമ്മൾ ദൈവഹിതം അനുസരിച്ച് എന്ത് പ്രാർത്ഥിച്ചാലും അത് ലീഗലി നമ്മുടേതാണ്, ദൈവം അതിന് ഉത്തരം നൽകും എന്നാണല്ലോ. പക്ഷെ എന്നാലും നമ്മള് ഇപ്പം ഹീലിങ്ങിന്റെ കാര്യത്തിലാണേലും നമുക്ക് ദൈവഹിതം ആണെന്ന് അറിഞ്ഞാലും അത് ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടുന്നില്ല. അത് എന്ത് കാരണമായിരിക്കും? അത് നമ്മുടെ വിശ്വാസ കുറവ് കാരണമാണോ, അതോ വിശ്വാസം ഇല്ലാത്തത് കാരണമാണോ? എന്ത് കാരണമായിരിക്കും അത്? നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, നമുക്കത് വചനത്തിൽ നിന്ന് തന്നെ ചിന്തിക്കാം. അപ്പോൾ പ്രാർത്ഥന എൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്നുള്ളത് പറഞ്ഞു. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പഠിക്കാം. ആത്മാവിലുള്ള പ്രാർത്ഥന, അന്യഭാഷയിലുള്ള പ്രാർത്ഥന, ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളുള്ള പ്രാർത്ഥന, ലീഗൽ സൈഡ് ഓഫ് ദ പ്രെയർ, ഇല്ലെങ്കിൽ അതിൻ്റെ ആത്മീയ സൈഡ്, ദ സ്പിരിച്വൽ സൈഡ് ഓഫ് പ്രെയർ, ആത്മീയ വശം നമ്മൾ ചിന്തിക്കാം. ഇപ്പം ചോദിച്ചൊരു നല്ല ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അതിന് ഉത്തരം കാണുന്നില്ല, പലപ്പോഴും നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല. വിശ്വാസം കുറവാണോ, കുറഞ്ഞു പോകുന്നതാണോ? അതാണല്ലോ ചോദ്യം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ വിധവയുടെയും ജഡ്ജിൻ്റെയും ഉപമ പറഞ്ഞ് തുടങ്ങിയ വാക്യവും തീർന്ന വാക്യവും പറഞ്ഞായിരുന്നു അല്ലേ? എങ്ങനെയാ തുടങ്ങിയത്? മടുത്തുപോലെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനൊരു ഉപമ കർത്താവ് യേശു ക്രിസ്തു പറയുന്നതാണ് നമ്മൾ ചിന്തിച്ചത്. എന്നിട്ടത് യേശു ക്രിസ്തു അത് കൊണ്ടത് നിർത്തുന്നത്, എന്നാൽ മനുഷ്യപുത്രൻ ഭൂമിയിലുള്ള വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ നമ്മൾ ചിന്തിക്കും പലപ്പോഴും നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ് അത് സംഭവിക്കാത്തത്. എന്നാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു, നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പ്രാർത്ഥനയുടെ ഒരു കാര്യമുണ്ട് വചനത്തിൽ, ഇല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ സൗഖ്യം. അതാണല്ലോ ചോദിച്ച രോഗസൗഖ്യം. അതിനെക്കുറിച്ച് വേണമെങ്കിൽ വചനത്തിൽ നിൽക്കും. മത്തായി സുവിശേഷത്തിൽ ആ കാര്യം ഒന്ന് കാണാം. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 17, മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ മലയാളത്തിൽ വായിക്കാം. അവൻ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഒരു മനുഷ്യൻ അവൻ്റെ മുൻപാകെ മുട്ടുകുത്തി, കർത്താവെ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവന് വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലും ഈ കാര്യം നമുക്ക് കാണാം. ഞാൻ ആദ്യകാലങ്ങളിലെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയുക. റൈറ്റായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വചനം വിഭാഗിക്കണമെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് അറിയുക. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത്, നമ്മളിതൊന്ന് ഭാവന കാണുക. അതായത് ഇതൊന്ന് ലൈവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറയാം, എൻ്റെ മകന് ചന്ദ്രരോഗം പിടിച്ചിട്ട് പിന്നെ പലപ്പോഴും കഷ്ടത്തിലാകുന്നു. പുള്ളി ആ മനുഷ്യൻ ശിഷ്യന്മാരെ അടുക്കെ കൊണ്ടുവന്നു ഈ മോനെ. അവർക്ക് സൗഖ്യമാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. ഇല്ല. അപ്പോൾ യേശു ആദ്യം തന്നെ അവരോട് പറയുന്നുണ്ട്,
സൗഖ്യം വരുത്തുവാൻ ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. 17-ാം വാക്യത്തിൽ യേശു അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എന്നാണ് ആരെ വിളിക്കുന്നത്? ശിഷ്യന്മാരെയാണ് വിളിക്കുന്നത്. കാരണം ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് യേശു ബോധത്തിൽ ശാസിച്ചു, ആ നാഴിക മുതൽ അവന് സൗഖ്യം വരികയും ചെയ്തു. അപ്പൊ അടുത്ത വാക്യം എഴുതിക്കുന്നത്, പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി വന്ന യേശുവിനോട്. ഞാനിങ്ങനെ ചിന്തിക്കും, യേശു കർത്താവ് അതെന്തായിരുന്നു സംഭവം നടന്നത്? ഞങ്ങൾ കുറെ പ്രാർത്ഥിച്ചു, അന്യഭാഷ പറഞ്ഞു, ഇത് ഭൂതം വിട്ടുപോയില്ല. സ്വകാര്യമായിട്ടൊന്നും ചോദിക്കാൻ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറ്റായിരുന്നത്? ഇനോ അപ്പോ ഇതിന്റെ കോണ്ടെക്സ്റ്റ് മറന്നു പോകരുത്. ഓക്കെ, അതിനാദ്യം ശിഷ്യന്മാരുടെ അവിശ്വാസം എന്നും പറഞ്ഞാൽ തുടങ്ങിയേക്കുന്നത് അല്ലേ. എന്നിട്ട് കർത്താവ് യേശുക്രിസ്തുവിനെ വിളിക്കുന്നതും അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. എന്നിട്ട് കർത്താവ് ഒരു ഉപമ അവരോട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടല്ല, കാരണം നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസം മതി. അല്ലേ, കടുക് നമുക്ക് മലയാളികൾക്ക് നമുക്കറിയാവുന്ന, നമ്മൾ എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്ന ഏറ്റവും ചെറുത്. ഇവിടെ അമേരിക്കക്കാരുടെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് വലിയ പാടാതെ നെവർ സീ ദ മസ്റ്റർഡ് സീഡ്, അവരതിന് ഉപയോഗിക്കാറില്ല മസ്റ്റർഡ് സീഡ്. നമ്മൾ കടുക് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു അവിടെ പറയുന്നത്, നിങ്ങൾക്ക് ആ കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ അത് മതി. അതുണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിൽ പോകാന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അല്ലേ, നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ നിൽക്കുന്ന ഏത് വിഷയമാകട്ടെ അത് സംഭവിക്കും. പക്ഷെ കർത്താവിനെ വിളിക്കുന്നത് എന്താ? നിങ്ങൾ അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ. അല്ലേ, എന്നിട്ട് അവിടെ പറയുന്നത്, നിങ്ങൾക്ക് അവൻ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുമെന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. അല്ലേ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു. എന്നിട്ട് പറയുന്നു, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്നുത്തരം പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം ഈ വാക്യം വായിക്കുമ്പോൾ ഓടി നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? ചന്ദ്രരോഗം പിടിച്ച, ഇല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അസുഖം വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് അതിനെ പുറത്താക്കാൻ ഒക്കത്തുള്ളൂ, ഈ രോഗം സൗഖ്യമാകത്തുള്ളൂ. പക്ഷെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താ? അവിശ്വാസം. സി, ചെറിയ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മല മാറിപ്പോവും. യേശു ഇത് പറയാ. പക്ഷേ ഈ ജാതി മാറിപ്പോകണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനകളും പറ്റത്തുള്ളൂ. ഏത്? ചന്ദ്രരോഗമല്ല, ക്യാൻസർ അല്ല, ഹാർട്ട് അറ്റാക്ക് അല്ല, തളർന്നു പോകുന്നതല്ല. എന്താണ്? അവിശ്വാസം എന്ന ജാതി. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ കേട്ടേക്കുന്നതിൽ വെച്ച് കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നും. പക്ഷേ ദാറ്റ്സ് ദ ട്രൂത്ത്. കാരണം നമുക്ക് കർത്താവ് യേശുക്രിസ്തു പറയാ, വിശ്വാസം ഇത്രയും മതി. പക്ഷേ ആ അത്രയുള്ള വിശ്വാസത്തെ പോലും നെഗേറ്റ് ചെയ്യുന്നത് എന്താ? ആ വിശ്വാസത്തെ കെടുത്തിക്കളയുന്നത് എന്താ? അവിശ്വാസം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങളിവിടെ വന്നപ്പോൾ എനിക്ക് നല്ലൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നു, അല്ലേ? ഇല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കാൻ തന്നു എന്ന് വിചാരിക്കും, പാല് കുടിക്കാൻ തന്നു, നല്ല ഫ്രഷ് ജ്യൂസ് ഒരു ഗ്ലാസ് ഫുള്ള് എനിക്ക് തന്നു. എന്നിട്ട് പറയാം, അതിൻ്റെ അകത്ത് ഒരു തുള്ളി വിഷം ഇട്ടിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ജ്യൂസാ എന്ന് പറഞ്ഞാൽ ഞാനത് കുടിക്കുമോ? സി, ആ ഒരു തുള്ളി വിഷം മതി അതിനെ മുഴുവനും മലിനമാക്കാൻ. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. റോങ് ടീച്ചിങ് ഓഫ് ഫാരസീസ്. അപ്പൊ അതിന്റെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാല് നമുക്ക് 99.9% വിശ്വാസമുണ്ട് ദൈവം സൗഖ്യമാക്കുമെന്ന്. പക്ഷെ 0.1% ഇല്ല, അതിന്റെ ഒരു പോയിന്റില് ഒരു അവിശ്വാസം. എന്നാലും ഇത് സൗഖ്യമാകുമോ? എന്നൊരു അവിശ്വാസം വന്നാൽ ആ കംപ്ലീറ്റ് വിശ്വാസത്തെയും അത് നെഗറ്റീവ് ചെയ്ത് കളയും. ഇറ്റ് വോണ്ട് വർക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിച്ചാൽ, അതല്ല, ഹൃദയത്തിൽ സംശയിക്കാതെ, ഒരു ഡൗട്ടും ഇല്ല, അങ്ങനെ സംശയിക്കാതെ പ്രാർത്ഥിച്ചാൽ നടക്കും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ അകത്ത് പറയും, ഇത് മാറുമോ? പനിയും തലവേദനയൊക്കെ പോവും, ക്യാൻസർ മാറുമോ? സി, അവിശ്വാസം വന്നു കഴിഞ്ഞു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വി ബിലീവ് ദ അൺബിലീഫ്. അല്ലേ, മഴ സീസണാ, മഴ നനഞ്ഞാൽ പനി പിടിക്കും, അതൊരു വിശ്വാസമാണ് നമ്മുടെ. ഞാനത് എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. നമ്മുടെ നാട്ടിൽ പറയല്ലേ, മഴ പെയ്താൽ പനി പിടിക്കും.
ഞാൻ ഫ്ലോറിഡ വന്ന് നോക്കുമ്പോഴേക്കും ഡിസ്നി ലാൻഡിലും അവിടെ വെറ്റ് ആൻഡ് വേൾഡിലും പാർക്കുകൾ, ഡിസ്നിയുടെ വാട്ടർ പാർക്കുണ്ട്, ഇഷ്ടംപോലെ വാട്ടർ പാർക്കുകളുണ്ട്. രാവിലെ 9 മണിക്ക് പാർക്ക് തുറന്നാൽ രാത്രി 9-10 മണി വരെ ആൾക്കാർ കംപ്ലീറ്റ് നനഞ്ഞാ നടക്കുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് പനി വരുന്നില്ല? അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരതിനെക്കുറിച്ച് പാർക്കിൽ പോകുന്ന എൻജോയ് ചെയ്യാനാ. Yeah. അപ്പോൾ വേണം ആൾക്കാർ പറയുമായിരിക്കും മഴവെള്ളം വീണാലേ പനി നനത്തുള്ളൂ. നോ, ഞാനിത് പരീക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങള് 3, 4, 2, 3 വയസ്സുള്ളപ്പോൾ ഞാനവർ പുറത്തിറങ്ങി കളിക്കാൻ, മഴ പെയ്യുമ്പോഴേക്കും പുറത്തിറങ്ങി കളിക്കാൻ പറയും. നോ, നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് വരത്തുള്ളൂ എന്ന് കരുതി നമ്മൾ ദൈവത്തെ പരീക്ഷിക്കണമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മളിലുള്ള ഒരു അവിശ്വാസം ഒക്കെ ദൈവവിശ്വാസത്തെ നെഗേറ്റ് ചെയ്ത് കളയും. അപ്പം അത് പോണെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നടക്കത്തില്ല. അപ്പോൾ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവം നമുക്ക് പ്രസാദിച്ചല്ല ദൈവം വിടുതൽ തരുന്നത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും സംഭവിക്കേണ്ടത് ഈ ദൈവവചനത്തിൻ്റെ വിശ്വാസം നമ്മിൽ വർദ്ധിക്കണം. വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപവസിക്കുന്നത് ദൈവത്തെ ചേഞ്ച് ചെയ്യാനല്ല. ദൈവത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. യു കനോട്ട് ചേഞ്ച് ഗാഡ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. എനിക്കറിയാതെ അനേകർ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യും, അനേകരുടെ വിശ്വാസത്തെ ഇത് ചലഞ്ച് ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ല സൗഖ്യം വ്യാപരിക്കുന്നത്. നമ്മൾ വിശ്വാസയുടെ ആ സൗഖ്യം നമ്മൾ ഏറ്റെടുക്കുക ചെയ്യുന്നത്. അത് ഏത് വിഷയമായിക്കോട്ടെ. അപ്പോൾ സ്വകാര്യം വന്നിട്ട് ശിഷ്യന്മാർ അവരോട് ചോദിക്കുക, ഞങ്ങൾക്കതിനെ പുറത്താക്കിക്കൂടാൻ ചെന്നുണ്ട്. കർത്താവ് അവരോട് അതിനു മുമ്പ് വിളിക്കുന്നുണ്ട്, അവിശ്വാസം കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ടല്ല, കടുകുമണിയോളം വിശ്വാസമുള്ളൂ, അത് മതി. നമ്മുടെ മുന്നിലുള്ള ഏത് മല പോലെയുള്ള വിഷയമാണെങ്കിലും അതിനോട് മാറിപ്പോവാൻ പറഞ്ഞാൽ അത് സമഭൂമിയായി തീരും. കൃപ കൃപ എന്നാർത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റും എന്നൊക്കെ സെഖര്യാവ് പറഞ്ഞേക്കുന്നത് പോലെ നമ്മൾ വിശ്വാസത്തോടെ അത് പ്രാർത്ഥിച്ചാൽ, പക്ഷെ അതിൻ്റെ അകത്ത് ഓരോ അവിശ്വാസം വന്നാൽ നോ ഗോയിങ് ടു വർക്ക്. അതാ നമ്മുടെ 99% വിശ്വാസത്തെയും ആ ഒരു അവിശ്വാസം കെടുത്തിക്കളയും, ഒരു വാക്ക് കെടുത്തിക്കളയും. നമ്മൾ സുവിശേഷങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോഴേക്കും കർത്താവ് യേശുക്രിസ്തു ചില സ്ഥലങ്ങളിൽ സൗഖ്യമാക്കാൻ പോകുമ്പോഴേക്കും 2-3 പേരെ മാത്രം കൊണ്ടുവന്നേക്കാൻ നമുക്ക് കാണാം, അല്ലേ? ഒരവിശ്വാസത്തിന്റെ തോമസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാര്യങ്ങൾ നടക്കുമെന്ന്, അല്ലേ? പുള്ളിക്ക് കണ്ടാലേ വിശ്വാസമുള്ളൂ. ഞാൻ ഒരു തമാശക്കത് പറഞ്ഞെങ്കിലും നമ്മുടെ ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ, ഇല്ലേ, ഡോക്ടർമാരൊന്ന് പറയുക ഇന്ന കാര്യം രോഗത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം നമ്മളോട് പറയുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി പാനിക്കായി. പക്ഷേ അതേസമയം നമ്മൾ ദൈവത്തിൻ്റെ വചനം, നമുക്ക് അതിനേക്കാൾ വലിയൊരു റിപ്പോർട്ടുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ റിപ്പോർട്ട്. കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, നമ്മുടെ രോഗത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ച കർത്താവ് യേശുക്രിസ്തു പറയുന്നു, എൻ്റെ അടിപ്പിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓക്കെ, ഡോക്ടേഴ്സ് പറയുന്നു നിനക്ക് ഇന്നതാണ്, നീ മരിച്ചു പോകും. നോ, നമ്മൾ അനേകരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, അല്ലേ? അവർ വിധി എഴുതി, അവർ പറയും ഞങ്ങൾ ചെയ്യാനുള്ള ചെയ്തു, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കില്ല, കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ വിശ്വാസം മാത്രമല്ല, അവിടെ വിശ്വാസം നമുക്ക് വില കൊടുക്കത്തില്ല. എന്നാൽ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വിശ്വാസം അറിയാതെ നമ്മളുടെ അകത്തേക്ക് കയറി വരും. അത് ഇപ്പം നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസത്തല്ല നമ്മൾ രക്ഷിക്കപ്പെട്ട കൃപയാലുള്ള നിങ്ങൾ വിശ്വാസം മൂലം, ആ വിശ്വാസമാണെങ്കിലും മതി. പക്ഷെ അതിനകത്ത് ആ വിശ്വാസം കലരാതെ നോക്കണം. അതിനു വേണ്ടിയാണ് ഉപവസിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഈ വചനം നമ്മിൽ വിശ്വാസമായിട്ട് പരിണമിക്കുമ്പോഴേക്കും നമ്മളാ ദൈവത്തോട് അടുക്കുന്നത്. മനസ്സിലായില്ലേ? ഈ വചനം അപ്പോൾ ജീവനായിട്ട് മാറും, അത് ലൈഫായിട്ട് മാറും. അപ്പൊ അവിടെയാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കാൻ അത് നിങ്ങൾക്ക് ലഭിക്കും. സോ ജസ്റ്റ് സ്റ്റഡി വിത്ത് ദ കോണ്ടെക്സ്റ്റ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, പക്ഷെ നിങ്ങൾ കേട്ടിരിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കത്തില്ല, അത് നിങ്ങൾ കേട്ടിരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഞാനിത് ഇൻ്റർപ്രറ്റ് ചെയ്തത്, അല്ലേ? നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത് പലപ്പോഴും, ഇല്ലേ, പ്രാർത്ഥന ആ ജാതിയെ, ഇല്ലെങ്കിൽ കടന്നു വന്ന ആ ജാതിയെ, വിഷയത്തെ, ഇല്ലെങ്കിൽ നമുക്കെതിരെ വന്ന വാറണ്ടിനെ, നമുക്കെതിരെ വന്ന കോടതി വിധിയെ, നമുക്കെതിരെ വന്ന ജപ്തിയെ, അതിനെയൊക്കെ നമ്മൾ ശാസ്ത്രീയ പ്രാർത്ഥിക്കാൻ നോക്കണം. നോ, യു ജസ്റ്റ് പ്രേ വിത്ത് ഫെയ്ത്ത്.
വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ വചനം നമുക്ക് വിശ്വാസമായിട്ട് വരിക. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനും, അത് ജീവനായിട്ട് വരുമ്പോഴാണ് അതാണ് പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെയാണ് കർത്താവ് യേശുവിനോ വചനത്തിലുള്ള വാക്യങ്ങൾ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് അതിൻ്റെ പ്രവർത്തിച്ച് അതിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല എന്ന് പറയുമ്പോൾ യു ജസ്റ്റ് സെൻഡ് ഫോർത്ത് ദ വേർഡ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിഷയമാകുമ്പോഴും യു ജസ്റ്റ് ബിലീവ് ദാറ്റ് വേർഡ്. അതിൻ്റെ അകത്ത് അവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും, 1% പോലും ഉണ്ടാകാനിടയാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഡസൻ മാറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ മുമ്പിലുള്ള ഏത് വിഷയമായിക്കോട്ടെ അത് സംഭവിച്ചിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് ചാടി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് കർത്താവായ ഹൃദയത്തിൽ സംശയിക്കാതെ, അവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും നമ്മളിൽ ഇല്ലെങ്കിൽ, നമുക്ക് വിശ്വാസമാണെങ്കിൽ യെസ് അത് സംഭവിച്ചിരിക്കും അല്ലേ. ഇപ്പോൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും പുറത്തു പോകുന്ന സംഭവം എന്താ? ചന്ദ്രരോഗമല്ല, നമ്മുടെ അവിശ്വാസം മാറിയിട്ട് യെസ് ഐ ബിലീവ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞത് വിശ്വാസമായിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലായിട്ട് മാറുന്നത്, അനുഗ്രഹമായിട്ട് മാറുന്നത്. ആമേൻ. ഞാൻ പ്രാർത്ഥനയുടെ ഞാൻ പറഞ്ഞത് വലിയൊരു സബ്ജക്റ്റാണ്. ഇതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ് ഒക്കെ നമുക്ക് മുന്നോട്ട് നമ്മൾ ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ, മടുത്തു പോകാതെ, ഇടപെടാതെ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ വചനപ്രകാരം. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ആമേൻ.